ഈ വ്ളോഗിൽ നമ്മൾ വേറെ കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഒരു വലിയ വെഹിക്കിൾ റിവ്യൂവർ ഒന്നും അല്ല, എന്നാലും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടേ. B90 ഇത് ഞാൻ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ മെൽബിൻ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് വൈഫിനെ മക്കളെ കൂട്ടാൻ പോവാണ്. നമ്മൾ പോകാൻ പോണ വണ്ടി മഹീന്ദ്രയുടെ B90 ഇലക്ട്രിക് വണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അതൊന്ന് നോക്കാം. നല്ല മഴയാണ്, നല്ല അടിപൊളി വെതറാണ്. കണ്ണൂരേക്കുള്ള യാത്രകളൊക്കെ അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. ഏതായാലും പോയി നോക്കാം. ബൈ. നമ്മളോടൊപ്പം കണ്ണൂരേക്ക് പോരുന്നത് നമ്മളെ വലങ്കയും പൈലറ്റും ആയിട്ടുള്ള യൂനുസ് ആണ്. ആകെയുള്ളൊരു പ്രശ്നം ഇതാണ്, എന്തെങ്കിലും ഒന്ന് എപ്പോഴും ഞണ്ടിക്കൊണ്ടിരിക്കണം, അല്ലാണ്ട് ഒരു കാര്യം മൂപ്പർ കിടക്കൂല. ഇത് ഫിനു സഖാവാന്ന് പറയും, ബൂർഷ സഖാവ് നമ്മൾ പറയും. ഓക്കെ, ശരി, എന്നാ പോട്ടെ. അസ്സലാമു അലൈക്കും. സോ നമ്മൾ പുറപ്പെടുകയാണ്. നമ്മളെ സ്വന്തം നാടായ എരുമാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നത് ഈ എരുമാട്ടിലാണ്, നീലഗിരിയില്. നല്ലവരായ ഒരുപാട് ജനങ്ങളും സമാധാനമുള്ള നാടാണ് എരുമാട്. ഈ പോണ പോക്കില് ഒരു അടിപൊളി ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. ഭാഗത്ത് 50 ആൾക്കാരുള്ള ക്ലിനിക്കാ, ഐക്കോ ഹെൽത്ത് കെയർ. അവിടുത്തെ ഡോക്ടർ ഭീകരണ. എന്തേ ഈ വീട്ടിൽ ഡോക്ടറെ പറ്റി? ഓക്കെ. നമ്മൾ കണ്ണൂർ പോണതിന് 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഒരു 4-5 ദിവസമായി ഭാര്യയും മക്കളൊക്കെ കണ്ണൂരാണ്. ഒറ്റക്കുള്ള ജീവിതമായിരുന്നു ഒരു 5 ദിവസം. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ഇന്ന് വേറെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് എന്നുള്ളത് നമ്മളെ യാത്ര B90 ഫാദർ ഇൻ ലോന്റെ വണ്ടിയാണ്. പക്ഷെ ഇതൊരു സംഭവം വണ്ടിയാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാ ഓവർലോഡഡ് എന്ന് പറയും. വണ്ടി വാങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 മാസമായി. ഇതിന് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. പക്ഷെ ഈ പരിപാടികളൊന്നും ഈ വണ്ടിയിൽ ഇതുവരെ ആരും നോക്കിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അത്തരം ഫീച്ചേഴ്സുകളൊക്കെ വെറുതെ ആണ്. അപ്പോ അങ്ങനത്തെ ഓവർലോഡഡ് ഫീച്ചേഴ്സ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് വണ്ടിന്റെ റേറ്റ് കുറച്ചുകൂടി കുറച്ചാൽ കുറെ ആളുകൾ കൂടി എടുക്കാൻ പറ്റുമായിരുന്നു. അതായത് മഹീന്ദ്രന്റെ പുതിയ ഇനിഷ്യേറ്റീവ് അപ്രീഷിയേറ്റബിൾ ആണ്. കംപ്ലീറ്റ് ടോട്ടൽ അല്ലെ ലുക്കും കാര്യങ്ങളും ഒക്കെ മാറ്റി. മാത്രമല്ല ഇന്ന് പോണതിന് വേറൊരു ഉദ്ദേശമുണ്ട് കേട്ടോ, അതും കൂടി പറഞ്ഞുതരാം. അതായത് നമ്മള് തമിഴ്നാട്ടിലിപ്പോ ഒരു 4-5 ക്ലിനിക്കൊക്കെ ആയി. ഇനി നമ്മള് കേരളത്തിലേക്കൊരു പട വെക്കുക എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ഐക്കോന്റെ കേരള ഘടകം. അപ്പൊ അതിന് നമ്മൾ 2-3 ബിൽഡിംഗ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് ഫൈനലൈസ് ചെയ്യണം. അതിനും കൂടിയാണ് ഇന്നത്തെ യാത്ര. തമിഴ്നാട് കേരള ബോർഡർ ആയിട്ടുള്ള താളൂര് ആണിത്. ഇവിടെ താളൂർ കോളേജ് വളരെ ഫേമസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് റാഷിദ് ഗസാലി നേതൃത്വം നൽകുന്ന കോളേജാണ്. പിന്നെ ഇതാണ് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. അപ്പൊ നമ്മൾ യൂൻസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ചാടി കേരളമെത്തി ഗൈസ്. കേരളം അമ്പേ, അടുത്ത ചാട്ടം കേരളത്തിൽ ചാടി. ഇനി നമ്മൾ നേരെ ഏത് വഴിയാ യൂൻസെ പോകണം? ബത്തേരി വഴിയാണോ? നമുക്ക് റൂട്ട് ഏതാണല്ലോ യൂൻസെ? ബത്തേരി ആണെങ്കിൽ ബത്തേരി എങ്ങനെ മീനങ്ങാടി വഴിയോ സ്ട്രെയിറ്റ് പോകണോ? മറ്റേ റോഡോ? കുറച്ചൊരു കട്ടറുണ്ട്, പ്രശ്നമാകുമോ? വണ്ടി എന്തായാലും കേൾക്കൂലേ? അങ്ങനെയാണോ കുഴപ്പമില്ല, ചളിയാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ചോദ്യം യൂനിസിനോടാണ്. പറയൂ യൂനിസ്, കഴിഞ്ഞ 3-4 മാസമായിട്ട് താങ്കൾ മഹീന്ദ്രയുടെ B90 ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓട്ടോറിക്ഷ മുതൽ ബസ് വരെയുള്ള പല പല വണ്ടികൾ, BM മുതൽ ബെൻസ് മുതലുള്ള പല പല വണ്ടികൾ, ജീപ്പ് മുതൽ കളവണ്ടി വരെ താങ്കൾ ഓടിയിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് 90 ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വണ്ടി എന്താണ് വ്യത്യാസമാക്കുന്നത് ബാക്കിയുള്ള വണ്ടി എന്ന് പറയൂ. ഇല്ല, ഇങ്ങോട്ട് നോക്കണമെന്നില്ല, അങ്ങോട്ടേക്ക് പറഞ്ഞാൽ മതി. നീ സമ്മതിക്കണം. അമ്പേ കുലിക്കണ
എന്നാലും ഞങ്ങളെ സംബന്ധിച്ചത് സമാധാനം. മറ്റേത് താളൂര് മുതൽ ബത്തേരി വരെ തുഴഞ്ഞു പോണ്ടിരുന്നു. ഇനിയിപ്പോ ഒരു 500 മീറ്ററേ ഉള്ളൂ. പറയൂ, 9 കുറിച്ച് പറയൂ. ഇത് മുതലാണോ? മുതലാണ്. 9 ആണോ 6 ആണോ കുറെ കൂടിയും താങ്കൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്? ഉറക്കെ പറയൂ സർ. 6 ഇത്ര സ്പേസ് ഇല്ല, അറിയില്ല, നോക്കിയില്ല. ഇത് ഈ 500 അടുത്ത് മൈലേജ് ഒക്കെ വരുന്ന പറയണ്ടല്ലോ, നമ്മള് അത്ര തന്നെ കിട്ടുന്നുണ്ടോ? നമുക്ക് 540 കിട്ടുന്നുണ്ട് അല്ലേ? ഇത് വന്നോട് കൂടി എണ്ണ പൈസ അങ്ങനത്തെ കുറെ കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണ്ടോ? ഉണ്ട്. പിന്നെ ഇലക്ട്രിക് വണ്ടി ആകുമ്പോ അങ്ങനെ ചവിട്ടി വിടുമ്പോ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു സുഖം കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ശരിക്കും എന്നെ സംബന്ധിച്ച് നോക്കിയെന്ന് പറഞ്ഞാല് ആക്സിലേറ്റർ ആയിട്ട് കൊടുക്കുമ്പോ ആ ഒച്ചയും ആ ഉറൂന്നൊക്കെ കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. ചിലപ്പോ നമ്മൾ അങ്ങനെ ഓടിച്ച് ശീലിച്ച് തങ്ങിക്കൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ ഇത് യാത്ര വൻ കംഫർട്ടബിൾ ആണ്. എന്തൊക്കെ പറഞ്ഞാലും വൻ കംഫർട്ടബിൾ ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് ഓടിച്ചു നോക്കാം. ഓക്കെ, റൈറ്റ്. നമ്മള് ഫുഡ് കഴിച്ചു. യൂനിസ് നമുക്ക് പിന്നെ മുയലും താറാവും ഒക്കെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ പ്രാവശ്യത്തുമാതിരി പൊറോട്ടയും മത്തിക്കറിയും തന്നെയാണ് കഴിച്ചത്. ഏതായാലും കുഴപ്പമില്ല, നല്ല ഫുഡാണ് കേട്ടോ. കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. വലിയ പ്രൈസും ഇല്ല, റീസണബിൾ ആണ്. ഓക്കെ, ഇനി നമ്മള് 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മള് B9 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ഓടിക്കാൻ പോവാണ്. വണ്ടികൾക്കൊരു പ്രത്യേകത തന്നെയാണ്. ഭയങ്കര കാമായിട്ട് സോഫ്റ്റ് ആയിട്ടായിരിക്കും വണ്ടി പോവുക. ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര പവർഫുൾ ഫീലാണ് ഓടിക്കുമ്പോ ഒക്കെ ഉള്ളത്. പിന്നെ ഇതിന്റെ ഒരു കാര്യം, ഫീച്ചേഴ്സ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. കണ്ടമാനം ഫീച്ചേഴ്സാ. എന്തിനാണ് ഇത്ര ഫീച്ചേഴ്സ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എങ്ങനെ പോയാലും എല്ലാ മനുഷ്യന്മാരും വണ്ടി കയറിയ മാക്സിമം പോയ ഒരു പാട്ടിടും അല്ലേ? എന്നാലും അപ്ഡേഷൻസ് നല്ലതാണ്. മഹീന്ദ്ര ഡൂയിങ് ഗുഡ്. മഹീന്ദ്ര കുറെ കാലത്തിന് ശേഷമാണ് നല്ല നല്ല വണ്ടികൾ, EVന്റെ ഒക്കെ നല്ല നല്ല മോഡലുകളാ അല്ലെ മഹീന്ദ്ര ഇറക്കണത്. സൂപ്പർ, അടിപൊളി. പിന്നെ മാത്രമല്ല, റോട്ടിലൂടെ പോകുമ്പോ പല മനുഷ്യന്മാരുടെ കണ്ണും കാണുമ്പോ നമുക്ക് കൊതിയായി പോകും. ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് നമുക്ക്. എന്താ യൂൻസാ, കറക്റ്റ് അല്ലേ? നല്ല നല്ല തട്ടുകട, അതൊക്കെ ഉദ്ദേശിച്ചിട്ട് അതങ്ങനെയാണ്. വിശപ്പിന്റെ അവസ്ഥ എത്തുമ്പോ എന്നും കഴിക്കുന്ന സാധാ ഭക്ഷണം കിട്ടുന്നിടത്തേ എത്തുള്ളൂ. നമ്മൾ ഇനി ഒരു വണ്ടി എടുക്കുമ്പോൾ ഏതാ എടുക്കാൻ ഇഷ്ടം നല്ലത് പറയും. എനിക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി അതാ. താറാ. പക്ഷെ എനിക്കൊരു രാശി പ്രശ്നം ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ച്. ഞാൻ ഏതൊക്കെ വണ്ടി ഫ്രഷ് എടുത്തോ അതൊക്കെ കമ്പനി കൂട്ടിപ്പോയതാ. ആ കഥ എനിക്കറിയാം സാർ. അറിയാ? എന്നാന്ന് പറയൂ, ഏതൊക്കെയാണ്? ഫസ്റ്റ് ഷാർലെ ക്രൂസ് എടുത്തു. 4-ാം മാസം കമ്പനി കൂട്ടി, ഇപ്പൊ കാണാനേ ഇല്ല. പിന്നെ ഒരു വണ്ടി പുതിയത് എടുക്കുമ്പോ ഞാന് കൂട്ടിപ്പോകൂല എന്ന് ഉറപ്പുള്ള കമ്പനികള് നോക്കിയപ്പോ അന്ന് എനിക്ക് ഗ്യാരണ്ടീഡ് ആയിരുന്നു ഫോർഡായിരുന്നു. ഒരു മനുഷ്യനും വിചാരിച്ചില്ല ഫോർഡ് കൂട്ടിപ്പോകുന്നു. പോവോ? ഓക്കെ, പോട്ടെ. ഏത് കമ്പനി കൂട്ടിക്കോണം? ആ വണ്ടി കൊണ്ട് എടുത്താ മതി. ചങ്ങായിനെ കൊണ്ട് ഡെലിവറി എടുക്കാൻ ഇയാള് വണ്ടി എടുത്താ ഏത് കമ്പനി എന്തൊക്കെയാ മനസ്സിലെ ഓടി ഒന്ന് ആലോചിച്ച് നോക്കണം. എക്കോസ്പോർട്ടൊക്കെ പുതിയ എടുത്ത് 4 മാസം കഴിഞ്ഞാൽ പൂട്ടി. പക്ഷെ എന്റെ വണ്ടിന്റെ പുതുമ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ 4-5 മാസം കഴിഞ്ഞപ്പോ നാട്ടുകാർ ഇത് പൂട്ടിപ്പോയില്ലേ, കമ്പനി പൂട്ടിപ്പോയില്ലേ. വണ്ടിന്റെ വാല്യൂ കുത്തനങ്ങ് കുറഞ്ഞ്. നമുക്ക് വല്ലാത്ത സങ്കടം തന്നെ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, പക്ഷെ ഈ 4 മാസം കഴിഞ്ഞ് അത് പൂട്ടുന്നൊക്കെ അറിയുന്ന കമ്പനികള് ശരിക്കും 1-2 കൊല്ലം മുന്നേ സെയിൽസ് നിർത്തിക്കൊള്ളണം അല്ലേ?
ഇത് ശരിക്കും കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യല്ലത്. അവസാന വണ്ടി വരെ വിറ്റിട്ട് പോലും അല്ലെങ്കിൽ പോലും പറയാ അത് കമ്പനി പൂട്ടാൻ പോവാ എന്നൊക്കെ ഒരു ഇൻഫോർമേഷൻ തരണം ശരിക്കും. അതൊന്നും തരാണ്ട് എത്ര നഷ്ടങ്ങളാ ശരിക്കും. ഞാനൊക്കെ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാല് പാവം പിടിച്ചൊരു ഡോക്ടറെ എത്ര പൈസ പോയി. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണാണോ എല്ലാം കൊണ്ടും നല്ലത്? സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ഏറ്റവും നല്ലത്. ഫ്രഷ് എടുക്കുന്നതിന് എനിക്ക് വലിയ യോജിപ്പില്ല. അതിന്റെ കാരണം എന്താ? നമ്മളൊരു അടവല്ല ലോണൊക്കെ ക്ലോസ് ചെയ്ത് വന്നപ്പോഴേക്ക് വണ്ടി ഉച്ചാറായി. പിന്നെ അതിന്റെ മാർക്കറ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് സെക്കൻഡ് എടുത്ത് 4 കൊല്ലം ഓട്ടി കൊടുക്കുമ്പോ വലിയ നഷ്ടം വരാനില്ല സെക്കൻഡ് എടുക്കുമ്പോ. ചെറിയൊരു എമൗണ്ട്. അതായത് ഞാൻ പറയുന്ന അറിയോ സാർ, ഫ്രഷ് എടുക്കാം ആർക്കും അറിയോ. അതായത് ഒരു വണ്ടി എടുത്ത് പിന്നെ ലൈഫ് ലോങ് മൂപ്പര് ആ വണ്ടി തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഫ്രഷ് വണ്ടി എടുത്തിട്ട് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ് നല്ലത്. നഷ്ടം വരാനില്ല, അതൊരു അസറ്റാ അല്ലേ. പക്ഷെ നമ്മളൊക്കെ മാക്സിമം പോയാൽ 4 കൊല്ലോ 5 കൊല്ലോ മാക്സിമം. ഫ്രഷ് ആണ് സെക്കൻഡ് ഹാൻഡ് ആണൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും അല്ലേ. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് വൃത്തിയുള്ള കച്ചവടക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെ ചാമ്പി എടുക്കാന്നുള്ളതല്ല, വൃത്തിയുള്ള വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് നോക്കി തപ്പി പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വിൽക്കണ സമയത്ത് തടിമ വല്ലാണ്ട് പിടിക്കൂല. അല്ല അങ്ങനെ ഞാൻ പറയൂല. ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക. ഞാൻ പലപ്പോഴും കാണലുണ്ട് ഈ മറ്റേ ഇതില്ലേ, അതാണ് വോൾസ് വാഗൺ ഉണ്ട്, അതേമാതിരി മറ്റേതിനു തീരെ ഇറങ്ങാത്ത സാധനമില്ലേനോ, തീരെ സെക്കൻഡ് മാർക്കറ്റ് ഇല്ലാത്ത സ്കോഡക്കൊക്കെ എപ്പോഴും ഫ്രഷ് എടുക്കുന്ന ആളുകളില്ലേ. അതിന്റെ കാരണം എന്താണ്? അതിന്റെ ഒരു ഓടിക്കാനുള്ള സുഖവും അതിന്റെ ഒരു കംഫർട്ടും. ഒരാളൊരു സ്കോഡ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഉപയോഗിച്ച ആൾക്കാരെ പറയും പിന്നെ നമ്മൾ വേറെ വണ്ടി എടുക്കൂലാണ്. അത് ഓരോരുത്തർക്ക് അതാ ഞാൻ പറയാം. അങ്ങനത്തെ വണ്ടികൾ ലക്ഷറിയും അതിന്റെ കംഫർട്ടും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പൊ സ്കോഡ് എടുത്തു കഴിഞ്ഞാല് നല്ലൊരു എമൗണ്ടിന് എടുത്തിട്ട് അയാൾ മറിച്ച് വെക്കുമ്പോ ഒന്നും കിട്ടൂല. പക്ഷെ അയാൾ ആഗ്രഹം അതാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അറിയ പോലും ചെയ്യാതെ എന്ത് ചെയ്യും, ഒരു വലിയ എമൗണ്ട് നമ്മൾ വെക്കുമ്പോൾ നഷ്ടം വരും. ഒന്നാമത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതേ ഇൻട്രസ്റ്റ് ചാർജ് ഇതടക്കം നമ്മൾ ഇതാക്കുന്നത്. നോർമൽ വണ്ടിനെക്കാട്ടും വലിയ പ്രൈസിലാണ് വണ്ടി ഇറക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. 2 അബദ്ധം പറ്റി, ഇനി പറ്റാതിരിക്കാനാ. എന്റെ ഫാദറൊക്കെ ഞാൻ അങ്ങനെ വണ്ടി എടുക്കുമ്പോഴൊക്കെ പറയും അങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുക്കരുത്. അപ്പൊ അന്നൊക്കെ വാപ്പനെ പറയേ നിങ്ങളോ എടുക്കില്ല ഞങ്ങൾ എടുക്കട്ടെ വൃത്തിയിലൊക്കെ എടുക്കണ്ടേന്നൊക്കെ. ഇപ്പൊ എക്കോസ്പോർട്ട് വിറ്റപ്പോ പാപ്പന്റെ മോൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അന്ന് പറഞ്ഞായിട്ട് കേട്ടാ പോരെ ഇനി ഇപ്പൊ എന്തായി എന്നുള്ളത്. ശരി, ഈ റോഡൊക്കെ പണ്ട് ഭയങ്കര മോശമായിരുന്നു. അതൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഉള്ള റോഡൊക്കെ ഭയങ്കര അടിപൊളി റോഡുകളാക്കിയിട്ടുണ്ട്. പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും ഗട്ടറും ഒക്കെ നിറഞ്ഞ റോഡുകളായിരുന്നു. വയനാട്ടിൽ കുറെ നല്ല നല്ല റോഡുകൾ ഡെവലപ്പ് ആയിട്ടുണ്ട്, അംഗീകരിക്കണം. ഞാൻ നേരത്തെ താളൂർ ചുള്ളിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കുറെ ഒരു 100 എണ്ണം ചെയ്യുമ്പോൾ ഒന്നൊക്കെ മോശമാവില്ലേ, അതിൽ പെട്ടതാ. ബാക്കിയെല്ലാം വയനാട്ടിലുള്ള റോഡുകൾ പണ്ട് വളരെ മോശമായിരുന്നു. ഇപ്പൊ എല്ലാം അടിപൊളി റോഡുകളാണ്. നല്ല മഴയത്ത് ഇങ്ങനെ പാട്ടും കേട്ടിട്ടുള്ള യാത്ര കുറെ കാലത്തിന് ശേഷം. ഇടല്ലേ കോപ്പറേറ്റ് പ്രശ്നം വരൂലേ.